നമസ്കാരം. പ്രൊഡക്ഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിൽ ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വാർത്തയാണ്. ചടയമംഗലം നിയോജക മണ്ഡലം MLA-യും മന്ത്രിയുമായിട്ടുള്ള ജെ ചിഞ്ചുറാണിയും ഇളമാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാർത്ത കൂടിയാണ്. ആദ്യം ഒരു വീഡിയോ കാണാം. ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലമുക്ക് വാർഡിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ആയുർവേദ ആശുപത്രി കെട്ടിടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷമായിട്ടും ഇതുവരെയും ജനങ്ങൾക്കായി ഈ കെട്ടിടം തുറന്നു കൊടുത്തിട്ടില്ല. നിലവിലെ ആയുർവേദ ആശുപത്രി കെട്ടിടം അസൗകര്യങ്ങൾക്ക് നടുവിൽ വാടക കെട്ടിടത്തിലാണ് അമ്പലമുക്കിൽ പ്രവർത്തിക്കുന്നത്. വഴിയില്ലാത്ത സ്ഥലത്ത് കെട്ടിടം പണിഞ്ഞതുകൊണ്ടാണ് ഇതുവരെയും ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയാത്തതെന്നാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇത് ആരുടെ തെറ്റാണെന്ന് ആരും പറയുന്നതുമില്ല. മുൻ MLA ആയിരുന്ന മുല്ലക്കര രത്നാകരന്റെ 2019-20 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് നിങ്ങൾ ഈ കണ്ടത്. ഇതിപ്പോൾ 50 പൈസയ്ക്ക് പോലും ഗുണമില്ലാത്ത രീതിയിൽ നിലനിൽക്കുകയാണ്. 2020 ഉദ്ഘാടനം നടത്തിയ കെട്ടിടം ജനങ്ങൾക്കായി ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. പഞ്ചായത്തിന്റെ അധീനതയിൽ അമ്പലമുക്കിൽ 4000 രൂപ മാസവാടകയ്ക്കാണ് നിലവിലെ ആയുർവേദ ആശുപത്രി കെട്ടിടം പ്രവർത്തിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പറയുന്നു. 4 വർഷത്തിന് മുൻപ് വഴിയില്ലാത്ത സ്ഥലത്ത് കെട്ടിടം പണിയുകയും കെട്ടിടം പണി നടത്തിയതിനു ശേഷം ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തുകയുമാണ് ചെയ്തതെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയുടെ പണം മുടക്കി ജനങ്ങൾക്ക് ഉപകാരമാകേണ്ടുന്ന രീതിയിൽ നിർമ്മിച്ച ഈ ആരോഗ്യ കേന്ദ്രം വഴിയില്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുവാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന അഭിപ്രായവും പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇളമാട് NRHM ആയുർവേദ ആശുപത്രിക്കുള്ള കെട്ടിടത്തിന് വേണ്ടി ശ്രീ മുല്ലക്കര രത്നാകരൻ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ നാളിതുവരെയും ഈ കെട്ടിടം പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിൽഡിങ്ങിലേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് നടപടി പോലും ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വഴി സൗകര്യമില്ലാത്ത സ്ഥലത്ത് കെട്ടിടം പണിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. താലൂക്ക് സർവേയർക്ക് ബന്ധപ്പെട്ട അധികാരികൾ കത്തുകൊടുക്കുകയും അളന്ന് വഴിയെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും അതിന്റെ വഴി സൗകര്യം ലഭ്യമല്ലാതായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ആയുർവേദ ആശുപത്രി കെട്ടിടം ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. 2020 മുൻ ചടയമംഗലം MLA മുല്ലക്കര രത്നാകരന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി കെട്ടിടം പണിയുകയും ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. കെട്ടിടം പണിയുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് വഴിയുണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ അന്ന് ഒരു കെട്ടിടം പണിയാൻ ഉപയോഗിച്ച വഴി ഒരു SC സംഘടനയുടെ ഉടമസ്ഥയിലുള്ള വസ്തുവിലായിരുന്നു. ആ സംഘടനക്കാരെ വഴി അവരെ വസ്തു കൈവശപ്പെടുത്തി അവരടച്ചു. ഒരു നടന്നു പോലും പോകാനൊക്കാത്ത അവസ്ഥയായി ഈ പണിത കെട്ടിടത്തിലേക്ക്. അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ അവസ്ഥ വന്നില്ല. അതിനുശേഷം പലപ്പോഴും എന്തുകൊണ്ട് 2020 ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നടന്നു പോകാനുള്ള വഴി പോലും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഘട്ടത്തിൽ പ്രവർത്തനം മാറ്റാൻ സാധിക്കാവുന്നതും ഇളമാട് പഞ്ചായത്തിന്റെ സ്വന്തം പൈസ വാടക ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് 4 വർഷമായിട്ടും തുറന്നു കൊടുക്കാത്തത് ജനങ്ങളുടെ മാത്രം കുറ്റമാണ്. നന്ദി, നമസ്കാരം.